ഹലോ, നമസ്കാരം. ഇന്ന് ഞാൻ പറയുന്നത് നമ്മുടെ മലയാളത്തിൻ്റെ സംഗീത സംവിധായകനായിരുന്ന എം.എസ്. ബാബുരാജിനെ പറ്റിയാണ്. അദ്ദേഹത്തിന് നമ്മളെല്ലാം സ്നേഹത്തോടെ വിളിക്കുന്നൊരു പേരുണ്ട്, ബാബുക്ക. അത്ര തന്നെ മനോഹരമായ ഭയങ്കര ഫീലുള്ള പാട്ടുകളാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പാട്ടുകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അദ്ദേഹം സിനിമാ പാട്ട് കമ്പോസ് ചെയ്യുമ്പോൾ അതിനകത്ത് മിക്ക പാട്ടുകൾക്കും ഗസലിൻ്റെ ഒരു ട്യൂണുണ്ടായിരിക്കും. അപ്പം ഗസൽ സംഗീതത്തോടെ മിക്സ് ചെയ്തായിരിക്കും അദ്ദേഹം പാട്ടുകൾ കമ്പോസ് ചെയ്യുന്നത്. അത്തരത്തിലുള്ള ഒരു 2-3 പാട്ടുകളാണെന്ന് ഞാൻ പരിചയപ്പെടുത്താനൊന്നുമില്ല, എല്ലാവർക്കും അറിയാവുന്ന പാട്ടുകൾ തന്നെയാണ്. സുറുമയെഴുതിയ മിഴികളെ, പ്രണയമധുരത്തേൻ തുളുമ്പും സൂര്യകാന്തി പൂക്കളെ, സുറുമയെഴുതിയ മിഴികളെ, പ്രണയമധുരത്തേൻ തുളുമ്പും സൂര്യകാന്തി പൂക്കളെ, സുറുമയെഴുതിയ മിഴികളെ. ഇതൊരു പാട്ട്. ഇനി വേറൊരു പാട്ടുണ്ട്. പ്രാണസഖി ഞാൻ വെറുമൊരു പാമരനാം പാട്ടുകാരൻ, പ്രാണസഖി ഞാൻ വെറുമൊരു പാമരനാം പാട്ടുകാരൻ, ഗാനലോകവീഥികളിൽ വേണുവൂതുമാട്ടിടയൻ, പ്രാണസഖി ഞാൻ. ഇതൊരു പാട്ട്. ഇനിയുമുണ്ട് വേറൊരു പാട്ട്. ഒരു പാട്ടല്ല, ഇപ്പോൾ ഈ വീഡിയോയിൽ ഒരു പാട്ടൂടെ പാടാം. ഇന്നലെ മയങ്ങുമ്പോൾ ഒരു മണിക്കിനാവിൻ്റെ പൊന്നിൻ ചിലമ്പൊലി കേട്ടുണർന്നു. ഇന്നലെ മയങ്ങുമ്പോൾ ഒരു മണിക്കിനാവിൻ്റെ പൊന്നിൻ ചിലമ്പൊലി കേട്ടുണർന്നു. മാധവമാസത്തിൽ ആദ്യം വിരിയുന്ന, മാധവമാസത്തിൽ ആദ്യം വിരിയുന്ന മാതളപ്പൂമൊട്ടിൻ മണം പോലെ, ഓർക്കാതിരുന്നപ്പോൾ ഉണ്ണാതിരുന്നപ്പോൾ, ഓർക്കാതിരുന്നപ്പോൾ ഉണ്ണാതിരുന്നപ്പോൾ, ഓമനെ നീ എൻ്റെ അരികിൽ വന്നു. ഇന്നലെ മയങ്ങുമ്പോൾ ഒരു മണിക്കിനാവിൻ്റെ പൊന്നിൻ ചിലമ്പൊലി കേട്ടുണർന്നു. ഈ 3 പാട്ടുകളും ഗസൽ മിക്സ് ചെയ്ത് കമ്പോസ് ചെയ്ത പാട്ടുകളാണ്. അപ്പോൾ എല്ലാവരും പാട്ടുകളെക്കുറിച്ച് കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.